യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എനിക്ക് എന്റെ പൂജമോളെ തിരിച്ചു വേണം അർജുൻ. അർജുൻ മോനെ, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നീ അവളെ എനിക്ക് തിരിച്ചു തരണം. നന്ദേട്ടൻ ഞാനും ആഗ്രഹിച്ച് വിവാഹം കഴിച്ചവരല്ല. നന്ദേട്ടൻ അച്ഛനും എന്റെ അമ്മയും കൂടിയുള്ള തീരുമാനമായിരുന്നു അത്. അതിനുവേണ്ടി നന്ദേട്ടൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ അവരെ മനഃപൂർവ്വം ഒഴിവാക്കിയത്. ഇവരെ പേടിച്ചോ അതോ നന്ദേട്ടനെ ഉപേക്ഷിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചോ? ആ കുട്ടി നാട് വിട്ടുപോയി. പിന്നീട് കാലങ്ങൾക്ക് ശേഷം പൂജമോള് ജനിച്ചതിന് ശേഷമാ ഈ വിവരങ്ങളൊക്കെ പുറത്തറിയുന്നത്. പാവം നന്ദേട്ടനെ ഞാൻ കുറ്റം പറയുന്നില്ല. അക്കാലത്ത് ചിലപ്പോ അച്ഛനെ ധിക്കരിച്ച ആ കുട്ടിയുമായി ജീവിതം തുടങ്ങാനുള്ള ആത്മധൈര്യം നന്ദേട്ടനുണ്ടായിട്ടുണ്ടാവില്ല. അതറിഞ്ഞ സമയത്ത് എനിക്ക് നന്ദേട്ടനോട് ആദ്യമൊക്കെ വെറുപ്പ് തോന്നിയിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരുമിച്ചാ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് ആ കുട്ടിയെ കാണാൻ പോയത്. പക്ഷെ കഴിഞ്ഞില്ല. അന്ന് രാത്രി നടന്ന ആ അപകടം നീണ്ട കാലത്തേക്ക് ഞങ്ങൾ അകറ്റിക്കളഞ്ഞു. ഇപ്പൊ ഞാനിതൊക്കെ എന്തിനാ പറയുന്നെന്ന് മോന് മനസ്സിലായോ? കാലങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും നന്ദേട്ടനെ പഴയ പോലെ സ്നേഹിച്ചു വരികയായിരുന്നു. എനിക്കിനി മറ്റൊരാൾക്ക് വേണ്ടി നന്ദേട്ടനെ എന്റെ പൂജമോളെ നഷ്ടപ്പെടുത്താൻ വയ്യ അർജുൻ. ആര് പറഞ്ഞു നഷ്ടപ്പെടുത്തണമെന്ന്? അതിന് ഞാൻ സമ്മതിക്കുമെന്ന് ആന്റി കരുതുന്നുണ്ടോ? ആന്റിയും അങ്കിളും പഴയതുപോലെ തന്നെ ജീവിക്കും. നിങ്ങൾക്കിടയിലേക്ക് പൂജയും വന്നെത്തും. പോരെ, കരയാതിരിക്കെ. നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് സംഭവിച്ച പ്രണയത്തെയും ആ ബന്ധത്തെയും അങ്കിള് തന്നെ കാണുന്നത് പാവമായിട്ടാ. ആ പാപത്തിന്റെ ഫലം അനുഭവിക്കുകയാണ് എന്നാണ് അങ്കിള് മനസ്സിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് പാപമല്ലെന്നും ആ ബന്ധം നിങ്ങളുടെ ജീവിതത്തിന് ഒരിക്കലും ബാധിക്കുന്നില്ലെന്നും ആന്റി വേണം അങ്കിളിനെ ബോധ്യപ്പെടുത്താൻ. റാണി ഇനിയും ശ്രമം തുടരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്കിളിനൊപ്പം ആന്റി എപ്പോഴും ഉണ്ടാവണം. അവള് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഒരു ചെറിയ സംശയം പോലും അവൾക്ക് പിടികിട്ടിയാൽ മതി. അത് ബാധിക്കാൻ പോകുന്നത് നമ്മളെ ആയിരിക്കും. അതുകൊണ്ട് പൂജയായിട്ട് തന്നെ ആന്റി അവളെ പരിഗണിക്കണം. എനിക്കറിയാം ആന്റിക്ക് അത് ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ആവശ്യം നമ്മുടേതായി പോയില്ലേ? ഏറിയാൽ ഒരാഴ്ച, അതിനുള്ളിൽ കാര്യങ്ങൾക്കൊരു തീർപ്പാക്കിയിരിക്കും ഞാൻ. ഉറപ്പ്.